ആരോഗ്യ ജീവിതം ആയുർവേദത്തിലൂടെ എന്ന ആരോഗ്യ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി കത്തുകളിലേക്ക് കടക്കുന്നു. ഗൾഫിൽ ജോലി ചെയ്യുന്ന ചിറയൻകീഴിൽ ഉള്ള സുൽഫിക്കറാണ് ഈ കത്തെഴുതിയിരിക്കുന്നത്. സർ, ഞാൻ 6 വർഷമായി ഗൾഫിൽ ജോലി നോക്കി വരികയാണ്. ഇപ്പോൾ 6 മാസത്തെ ലീവിൽ നാട്ടിലുണ്ട്. എനിക്ക് സ്ഥിരമായി മൂത്രത്തിൽ കല്ലിൻ്റെ അസുഖമാണ്. 3 വർഷം മുമ്പ് രാവിലെ മൂത്രമൊഴിക്കാൻ സമയത്ത് നടുവിനും അടിവയറിനും ശക്തമായ വേദന അനുഭവപ്പെട്ടു. സുഹൃത്തുക്കൾ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. അവിടുത്തെ പരിശോധനയിൽ എനിക്ക് വൃക്കയിലും മൂത്രനാളിയിലും കല്ലുള്ളതായി പറഞ്ഞു. അപ്പോഴത്തെ കുത്തിവയ്പ്പുകളിലും ഗുളികകളിലും വേദന പൂർണ്ണമായി മാറി. എന്നാൽ 6 മാസത്തിന് ശേഷം വീണ്ടും ചെറുതായി വേദനയുണ്ടായി. ധാരാളം വെള്ളം കുടിക്കുവാനാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. എൻ്റെ ഡ്രൈവർ ജോലി സ്ഥിരമായി വെള്ളം കഴിക്കുന്നതിന് പലപ്പോഴും സാധിക്കാറില്ല. ഈ അസുഖത്തിൽ നിന്ന് സ്ഥിരമായൊരു മോചനം സാധ്യമാണോ സാർ? ആയുർവേദത്തിലൂടെ ഒരു പരിഹാരം നിർദ്ദേശിക്കാമോ? മൂത്രത്തിൽ കല്ല് എന്നുള്ള അസുഖം കൂടുതലും ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ ഇപ്പോൾ പ്രായവ്യത്യാസമില്ലാതെ കാണുന്നുണ്ടെങ്കിലും കൂടുതലും മധ്യവയസ്കരിൽ കാണുന്ന ഒരു അസുഖമാണ് ഈ മൂത്രത്തിൽ കല്ല്. സമയത്തിന് മൂത്രമൊഴിക്കാൻ പോകാതിരിക്കുക. അതായത് ആയുർവേദം എപ്പോഴും അനുശാസിക്കുന്നത് വേഗാന്നധാരയേതെന്നാണ്. അതായത് നമുക്ക് മലമൂത്ര വിസർജനത്തിനുള്ള ഒരു തോന്നിയാൽ ഉടനെ തന്നെ നമ്മളത് ചെയ്യണമെന്നാണ്. അല്ലെങ്കിൽ ഇത്തരം അസുഖങ്ങൾ ഉണ്ടാകുന്നതാണ്. അതായത് സ്ഥിരമായി മൂത്രം നമ്മൾ പിടിച്ചു നിർത്തുന്ന ആളുകൾ മൂത്രത്തിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ കട്ടി വർദ്ധിക്കുകയും അതിൽ ഈ കല്ല് ഡെപ്പോസിറ്റ് ഉണ്ടാകുവാൻ ഉള്ള ഇട ആക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ മൂത്രത്തിൽ കല്ലുള്ള ആളുകൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ദിവസവും 16 ഗ്ലാസ്സെങ്കിലും, അതായത് 4 മുതൽ 5 ലിറ്റർ വരെയെങ്കിലും വെള്ളം കുടിക്കുവാനും മൂത്രശങ്ക എപ്പോഴാണോ ഉണ്ടാകുന്നത് ആ സമയത്ത് തന്നെ മൂത്രം ഒഴിച്ചു കളയുവാനും കൃത്യമായി അത് ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ ഈ മൂത്രത്തിൽ കല്ല് സ്ഥിരമായി ഉണ്ടാകുന്നതിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടും. പലപ്പോഴും കണ്ടുവരുന്നത് ഒരിക്കൽ മൂത്രത്തിൻ്റെ ഈ മൂത്രാശയക്കല്ല് അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ലിൻ്റെ അസുഖം വരുന്ന ആളുകൾക്ക് വീണ്ടും വീണ്ടും ഇത് ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഇത് പ്രധാനമായും ഈ സമയത്തിന് മൂത്രമൊഴിക്കാതിരിക്കുക, കൃത്യമായ വെള്ളം കഴിക്കാതിരിക്കുക, ഒരേ കണക്കിന് ഇരുന്ന് ജോലി ചെയ്യുക, ഇത്തരം ആളുകളിൽ അല്ലെങ്കിൽ അമിതമായ ടെൻഷനുള്ളവർക്കും ഈ പ്രശ്നം ഉണ്ടാകാറുണ്ട്. ഇത്തരം ആളുകളിലാണ് ഈ മൂത്രത്തിൽ കല്ല് ഉണ്ടാകുന്നത്. സാധാരണ കേരളത്തിലുള്ള സ്ഥിതിക്ക് ഇവിടെ ലഭിക്കുന്ന ചില ചെറിയ ഔഷധങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി വെള്ളമിട്ട് കുടിക്കാൻ, അതായത് ഈ 16 ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞ വെള്ളം ഈ ഔഷധ സംസ്കൃതമായ വെള്ളം, അതായത് ഈ 1-2 ചെറിയ മരുന്നുകൾ ചതച്ചിട്ട് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുകയാണെങ്കിൽ തന്നെ ഈ മൂത്രത്തിൻ്റെ ഡെൻസിറ്റി വർദ്ധിക്കാതിരിക്കുവാനും മൂത്രത്തിൽ ഇത്തരം കല്ലുകൾ അടിഞ്ഞ് മൂത്രത്തിലോ കിഡ്നിയിലോ മൂത്രാശയത്തിലോ കിഡ്നിയിലോ അല്ലെങ്കിൽ യൂറീറ്ററിലോ ഉണ്ടാകാൻ ഉള്ള ഇട കുറയ്ക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ കല്ലുകൾ തന്നെ കാൽസ്യം ഓക്സലേറ്റ് എന്നും ഫോസ്ഫേറ്റ് എന്നും പറഞ്ഞ് വിവിധ തരത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഏത് കല്ല് എന്ന് പ്രത്യേകിച്ച് പരിശോധിച്ചിട്ടില്ലെങ്കിൽ പാലുൽപ്പന്നങ്ങളും, പ്രത്യേകിച്ച് പാല് അല്ലെങ്കിൽ അതിൻ്റെ ഉൽപ്പന്നങ്ങൾ, അതുപോലെ തക്കാളി, കാബേജ് തുടങ്ങിയ സാധനങ്ങളും സ്ഥിരമായി കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. അല്ലെങ്കിൽ അവയുടെ അളവ് വളരെ കുറയ്ക്കുന്നത് ഈ തുടർച്ചയായ കല്ലിൻ്റെ ശല്യത്തിൽ നിന്നും ഒരു പരിധി വരെ രക്ഷ നേടാൻ സഹായിക്കും. അതോടൊപ്പം ഈ 1-2 ഔഷധ സംസ്കൃതമായ വെള്ളം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഒന്ന് ഈ ദ്വിഗുണീകൃത ഗോക്ഷുരം എന്ന് ആയുർവേദം നിർദ്ദേശിക്കുന്ന ഒരു മരുന്നുണ്ട്. ഗോക്ഷുരം എന്ന് പറയുന്നത് മുള്ളൻ ഞെരിഞ്ഞിലെന്നാണ്. ഇന്ന് ഈ സ്ഥലങ്ങളിലൊന്നും പറമ്പുകളിലൊന്നും ഇത് വളരെ കുറച്ചേ കാണാനുള്ളൂ. എന്നാൽ പോലും ഇത് നമ്മുടെ പറമ്പുകളിലൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങാടിക്കടയിൽ വാങ്ങാൻ കിട്ടും. മുള്ളൻ ഞെരിഞ്ഞിൽ തമിഴാമ എന്ന് പറയുന്നതും സുലഭമായി വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഓടയുടെ ഭാഗങ്ങളിൽ ചുവന്ന തണ്ടും വെളുത്ത തണ്ടും ഉള്ള പടർന്നു കിടക്കുന്ന ഒരു ചെടിയാണ് ഈ തമിഴാമ. അതിൽ ചുവന്ന തണ്ടാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്, വെളുത്ത തണ്ടായാലും മതി. ഈ തമിഴാമ ഉണക്കിയത് 1 പിടി, ദ്വിഗുണീകൃതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 ഇരട്ടി ഞെരിഞ്ഞിൽ
മുള്ളൻഞെരിഞ്ഞിൽ. ഇത് രണ്ടും കൂടെ ചതച്ച് വെള്ളമായി നമുക്ക് ഈ 16 ഗ്ലാസ് വെള്ളമായി ദിവസം കുടിക്കാം. അതല്ലെങ്കിൽ ഈ രണ്ടും കൂടെ ചതച്ച് ഒരു ഫലം, അതായത് 56-60 ഗ്രാം ആ 16 ഗ്ലാസ് വെള്ളത്തിൽ വെച്ച് 4 ഗ്ലാസ്സാക്കി രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും രാത്രിയുമായി, അതായത് 4 നേരമായി നമുക്ക് കഴിക്കാം. ഇത് കുറച്ചുകൂടെ വറ്റിച്ചാൽ 2 നേരമായി കഴിച്ചാലും മതി. ഇതിലേറ്റവും നല്ലത് വെള്ളമായി, അതായത് ദിവസേന നമുക്ക് എളുപ്പത്തിന് കുടിക്കത്തക്ക വിധത്തിൽ ഇത് വെള്ളമായി ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിനൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മുള്ളൻ ഞെരിഞ്ഞിലെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്തെല്ലാം ചെറിയ മുള്ളുണ്ട്. അതുകൊണ്ട് ഇത് ചതച്ച് ഒരു തുണിയിൽ കിഴികെട്ടി ഈ വെള്ളത്തിലിട്ട് തിളപ്പിച്ചാൽ നമുക്കത് അരിക്കാതെ, അതായത് ഇതിൻ്റെ ഏതെങ്കിലും മുള്ള് നമ്മളെ കുടിക്കുമ്പോൾ വയറിനകത്ത് പോയാൽ ഭാവിയിൽ അൾസറോ അല്ലെങ്കിൽ വയറുവേദനയോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ചതച്ച് കിഴികെട്ടിയിട്ട് കഴിക്കുകയോ അല്ലെങ്കിൽ പൊടിച്ച് അരിച്ച സാധനം നമുക്കൊരു ടേബിൾ സ്പൂൺ ഇട്ട് വെള്ളം തിളപ്പിച്ച് അങ്ങനെ കഴിക്കുകയോ ചെയ്യാവുന്നതാണ്. സ്ഥിരമായി ഇത് ഉപയോഗിക്കുക. അതല്ലെങ്കിൽ നമുക്ക് കല്ലൂർ വഞ്ചി എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമുണ്ട്. വളരെ ചെറിയ ഇതുപോലെ വയലുകളിലൊക്കെ കാണുന്ന ഒരു ചെറിയ ഷർബാണ്, ഒരു ചെറിയ ചെടിയാണ്. ഇതുപോലെ ഉണക്കി പൊടിച്ച് നമുക്ക് വെള്ളമായിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇത് പച്ചയായുള്ള ഇല, പൂവ് എല്ലാം കൂടെ ചേർന്ന സമൂലം അരച്ച് പാലുൽപ്പന്നം ഞാൻ പറഞ്ഞു, കാൽസ്യം ഫോസ്ഫറസ്, കാൽസ്യത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് പല കല്ലുകളും ഉണ്ടാകുന്നത്. അത് നമ്മൾ പാല് കഴിക്കുന്നത് കുറയ്ക്കേണ്ടതാണ്. എന്നാൽ പോലും ഈ നമ്മൾ പറയുന്ന കല്ലൂർ വഞ്ചിയും കൂടെ ചേർത്ത് കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പം വരത്തില്ല. അതല്ലെങ്കിൽ പഴങ്കഞ്ഞി വെള്ളം, നമ്മളെ വീടുകളിൽ ഇന്ന് അത് ദുർലഭമാണ്. പണ്ടൊക്കെ സുലഭമായി കിട്ടിയിരുന്നതാണ്, ഇന്ന് ആ വെള്ളം കുറവാണ്. അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലായാലും അതിരാവിലെ ഒരു നെല്ലിക്കയുടെ അളവിൽ അരച്ചുരുട്ടി കലക്കി വെറും വയറ്റിൽ കഴിക്കുന്നത് ഇത് കുറയുന്നതിന് ഇടയാക്കും. ഇതിനൊന്നും സാധിക്കാതെ ഉള്ള ആളുകൾ, അതായത് ഇപ്പോൾ ടൗണിൽ ജീവിക്കുന്ന ആളുകൾക്ക് തൊട്ടടുത്ത് അങ്ങാടിക്കടയില്ല, മുള്ളൻഞെരിഞ്ഞിൽ വാങ്ങാനില്ല, തമിഴാമ വാങ്ങാനില്ല, ഈ പറഞ്ഞ കല്ലൂർ വഞ്ചി ഇല്ല, ഇതൊന്നും ഇല്ലെങ്കിലും ഭയപ്പെടേണ്ടതില്ല. ഇന്ന് ഇതെല്ലാം പ്രിപ്പയർഡായിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഗോക്ഷുര പുനർനവാദി എന്ന് പറഞ്ഞ് ഒരു ടാബ്ലറ്റ് തന്നെ നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും. ഇത് 2 ടാബ്ലറ്റ് വീതം ഓരോ ഗ്ലാസ് നമ്മുടെ ബാർലരി വെള്ളം, അതിൽ ദിവസം 3 നേരം 1 മാസം തുടരെ കഴിച്ചാൽ തന്നെ വലിയ കല്ലുകൾ തന്നെ ചുരുങ്ങി ചെറുതായി മൂത്രം വഴി പുറത്തു പോകുന്നതായി കണ്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ വിവിധ കമ്പനികൾ ഉണ്ടാക്കുന്ന വീരതരാതി എന്ന് പറഞ്ഞൊരു കഷായമുണ്ട്. വീരതരാതി കഷായം. ഈ വീരതരാതി കഷായം 15 മില്ലി അല്ലെങ്കിൽ അര ഔൺസ്, അതിൻ്റെ 4 ഇരട്ടി തിളപ്പിച്ചാറിയ വെള്ളം, അതായത് 15 മില്ലി കഷായം, 60 മില്ലി തിളപ്പിച്ചാറിയ ചൂടുവെള്ളം. അതോടൊപ്പം വേണമെങ്കിൽ ഈ ഗോക്ഷുര പുനർനവാദി ടാബ്ലറ്റ് 2 ടാബ്ലറ്റ് രാവിലെ ആഹാരത്തിന് മുമ്പും രാത്രി കിടക്കുന്ന സമയത്തും. പല ആളുകളും ജോലിക്ക് പോയിട്ട് ഈ 6 മണിക്ക് കഴിക്കാൻ പറഞ്ഞാൽ പലർക്കും കഴിയാറില്ല. അതുകൊണ്ട് രാവിലെ ആഹാരത്തിന് മുമ്പും രാത്രി ആഹാരം കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷവും കഴിക്കുന്നത് ഈ കല്ല് ഉണ്ടാകുന്നത്, തുടർച്ചയായ കല്ലുണ്ടാകുന്നതിൽ നിന്നും മോചനം ലഭിക്കും. ഈ കഷായം, വീരതരാതി കഷായം 3 ആഴ്ച മുതൽ 3 മാസം വരെ തുടരെ കഴിക്കുകയും അതിനുശേഷം ഈ ഗോക്ഷുര പുനർനവാദി എന്ന് പറഞ്ഞ മുള്ളൻഞെരിഞ്ഞിലും തമിഴാമയും കൂടെ ചേർത്തിട്ടുള്ള വെള്ളം നിങ്ങൾക്ക് തന്നെ ഇത് ഗൾഫിലോട്ട് പോകുമ്പോൾ തന്നെ ഇത് വേണമെങ്കിൽ പൊടിച്ച് കൊണ്ടുപോകാം. പൊടിച്ച് വെച്ചിരുന്നാൽ ഇത് ഒരു ടേബിൾ സ്പൂണ് തിളപ്പിച്ച വെള്ളത്തിലിട്ട് തിളപ്പിച്ചരിച്ച് നിങ്ങൾക്ക് ഈ ഡ്രൈവറാണെങ്കിൽ പോലും ഒരു പ്രശ്നവുമില്ല, ഒരു കുപ്പി വെള്ളം കാറിൽ സൂക്ഷിക്കാൻ പറ്റും. ഇത് തുടരെ കുടിച്ചുകൊണ്ടിരുന്നാൽ പൂർണ്ണമായി ഈ അസുഖത്തിൽ നിന്ന് മോചനം കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഇത് മൂത്രത്തിൽ കല്ല് കൊണ്ട് ഒരു വിധത്തിലുള്ള മറ്റ് അസുഖങ്ങളും ഉണ്ടാകുന്നതല്ല. പക്ഷേ മൂത്രാശയക്കല്ല് മൂത്രനാളിയിൽ തടഞ്ഞു നിന്ന് മൂത്രം തൊട്ടുമുകളിലുള്ള ഈ വൃക്ക എന്ന് പറയുന്ന കിഡ്നിയിൽ കെട്ടി നിൽക്കുവാനും അങ്ങനെ കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കുവാനുള്ള ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം, ഇന്ന് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താൽ അല്ലെങ്കിൽ IVP ഇൻട്രാവീനസ് പൈലോഗ്രാം എന്ന് പറയുന്ന എക്സ്റേ എടുത്താൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും ഈ കല്ല് എവിടെ ഇരിക്കുന്നുണ്ട്, അത് എത്ര MM ഉണ്ട്, വലിയ കുഴപ്പമുണ്ടാക്കുന്നതാണോ എന്നറിയാൻ കഴിയും. അത്തരം വലിയ കുഴപ്പമുണ്ടാക്കുന്ന കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിച്ച ഒരു കല്ലാണെങ്കിൽ ഇന്ന് ആധുനിക ശാസ്ത്രം തന്നെ ലിപ്തോട്രിപ്സി പോലുള്ള
വളരെ ഷോക്ക് കൊടുത്ത് പൊടിപ്പിച്ച് കളയുന്ന സംവിധാനമുണ്ട്. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിനുശേഷം തുടർന്നത് കല്ലുണ്ടാവാതിരിക്കാൻ ഇത്തരം ചികിത്സ, ആധുനിക ചികിത്സകളിലൊന്നും പ്രത്യേകിച്ച് മരുന്നുകളില്ല. പക്ഷേ ഞാൻ നേരത്തെ നിർദ്ദേശിച്ച ഔഷധം ജലമായി, അതായത് എല്ലാ ദിവസവും കുടിക്കുന്നത് കൊണ്ട് മറ്റ് യാതൊരു പഥ്യനിഷ്ഠയും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ അസുഖം വരാതിരിക്കുവാനും ഇപ്പോൾ ഉള്ള അസുഖത്തിൽ നിന്നും പൂർണ്ണമായി മോചനം ലഭിക്കുവാനും സാധിക്കും. ഇന്ന് നാം പരിചയപ്പെടുത്തുന്ന ഔഷധ സസ്യം ചെമ്പരുത്തി. ഇത് എല്ലാവർക്കും അറിയുന്നതുപോലെ ഇന്ത്യയിലുടനീളം ഔഷധ സസ്യത്തിൽ ഉപരി ഒരു അലങ്കാര സസ്യമായി നട്ടു വളർത്തപ്പെടുന്നുണ്ട്. ഇത് തന്നെ നിരവധി നിറങ്ങളിലും വിവിധ തരത്തിലും കാണപ്പെടുന്നു. സാധാരണ ചുവപ്പ് അല്ലെങ്കിൽ കടും ചുവപ്പ് നിറഞ്ഞ പുഷ്പങ്ങൾ കൂടിയതാണ് കാണപ്പെടുന്നതെങ്കിലും ഓറഞ്ച്, വെള്ള, മഞ്ഞ തുടങ്ങിയ നിറങ്ങളിലുള്ള പുഷ്പങ്ങളോടുകൂടിയ ചെമ്പരുത്തിയും ലഭിക്കുന്നുണ്ട്, കാണപ്പെടുന്നുണ്ട്. അതോടൊപ്പം അടുക്കുകളായി ഇതളുകളുള്ള ചെമ്പരുത്തി, അല്ലെങ്കിൽ 5 ഇതളുകളുള്ള പുഷ്പങ്ങളുള്ള ചെമ്പരുത്തി, അല്ലെങ്കിൽ തൂക്ക് ചെമ്പരുത്തി, അങ്ങനെ വിവിധ തരത്തിലും കാണപ്പെടുന്നുണ്ട്. ഇതെല്ലാം മാൽവേസിയ കുടുംബത്തിൽ ഉള്ള സസ്യങ്ങളാണ്. ഇതിനെ ശാസ്ത്രനാമം ഹൈബിസ്കസ് റോസ സൈനൻസിസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. ഇതിൻ്റെ ഇല, പുഷ്പം, തൊലി ഭാഗങ്ങൾ ഔഷധയോഗ്യങ്ങളാണ്. സാധാരണയായി നാട്ടിൽ ഉപയോഗിച്ച് വരുന്നത് ഇതിൻ്റെ പൂവ് അല്ലെങ്കിൽ ഇല ശരിക്കും അരച്ച് തലയിൽ തേച്ച് കുളിക്കുന്നതായാൽ തലയിലുണ്ടാകുന്ന ഡ്രൈനസ് മാറി, താരൻ മാറി, തലമുടി ഇടതൂർന്ന് നല്ല നിറത്തോടുകൂടി വളരുന്നതിന് സഹായിക്കുന്നു. ഇതിൻ്റെ പുഷ്പവും ഇലയും തൊലിയും പൈത്തിക വികാരങ്ങൾക്ക്, അതായത് ശരീരത്തിൽ ഉഷ്ണ കൊണ്ടുണ്ടാകുന്ന വിവിധ തരം അസുഖങ്ങൾക്ക് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കൂടുതലായും സ്ത്രീകൾ ഉണ്ടാകുന്ന വിവിധ തരം അസുഖങ്ങൾക്കാണ് ചെമ്പരുത്തി ഫലപ്രദമായി ഉപയോഗിച്ച് കാണുന്നത്. സ്ത്രീകളിലുണ്ടാകുന്ന അത്യാർത്തവം, അതായത് ആർത്തവ സമയത്ത് അമിതമായി രക്തം ഒഴുകുന്നതിന്, രക്തം പോകുന്നതിന് തടയിടുവാൻ ഇതിൻ്റെ പൂവ് അല്ലെങ്കിൽ പൂമൊട്ട് പാലിൽ അരച്ച് കലക്കി സേവിക്കുന്നത് പെട്ടെന്ന് തന്നെ അത്യാർത്തവത്തിന് ശമനം ഉണ്ടാകും. അതോ അല്ലെങ്കിൽ ഈ പൂവ് തന്നെ പലഹാരമാക്കി, അതായത് അരിമാവിൽ ചേർത്ത് പലഹാരമാക്കി ചേർത്ത് കഴിച്ചാലും സ്ഥിരമായി അത്യാർത്തവം ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് ഫലപ്രദമായി അത് തടയാവുന്നതാണ്. വിവാഹിതരായി കുട്ടികളില്ലാത്ത സ്ത്രീകൾ